ഹലോ, സാസ വ്ളോഗ്സിൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വെറിഗേറ്റഡ് അരയിലെ ഈസി ആയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള സ്റ്റെം കട്ടിങ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു പോട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിലേക്ക് ഡ്രെയിനേജ് ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെർമോക്കോളിന് പകരമായിട്ട് കല്ലുകളോ അല്ലെങ്കിൽ ക്ലേ ബോൾസോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാനുള്ള ഒരു നല്ല പോട്ടിംഗ് മിക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണും മണലും കൂടെ കലർന്നിട്ടുള്ള ഒരു നല്ല സോയിലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ മണ്ണിലേക്ക് ഒരു കാൽ ഭാഗത്തോളം ചകിരിച്ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ ഭാഗത്തോളം ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആ പോട്ടിലേക്ക് ഞാൻ നിറച്ച് കൊടുത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരേലിയസിൻ്റെ സ്റ്റെം കട്ടിങ്സ് ഞാനിവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോട്ട് നിറയെ ഞാനിവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പോട്ടിലും കുറച്ച് കുറച്ചായിട്ട് വെച്ച് പ്ലാന്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരുപാട് വെയിലത്തും മഴയത്തൊന്നും കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ വേര് വരും. ഇതുപോലെ തന്നെ പ്ലാന്റ് ചെയ്തിട്ടുള്ള 2 അരേലിയാസിൻ്റെ പോട്ടാണിത്. താങ്ക് യു.